മാർക്കോയെ സംബന്ധിച്ചിടത്തോളം അതിനും പറ്റിയിട്ടുള്ളത് തന്നെയാണ്. കാരണം ഇവർ യു എ കിട്ടാൻ വേണ്ടി തീർച്ചയായിട്ടും സമീപിച്ചപ്പം കുറേ അതിൽ ഏറ്റവും വയലൻ്റായിട്ടുള്ള കുറേ സീൻസ് കട്ട് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ മാർക്കോ എന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം അത് ഉടനീളം വയലൻസാണ്. അതിൽ വേറൊരു കഥ എന്ന് പറയാൻ എന്താ ഉള്ളത്? ഒരു കഥ ഉണ്ടെങ്കിൽ ആ കഥ വെച്ചിട്ട് കുറേ സീൻസ് ഒഴിവാക്കിയൊക്കെ കൊണ്ടുവന്നാൽ മതിയാവും. പക്ഷേ ഇതിലെ കഥ എന്ന് പറയുന്നതേ ആ വയലൻസാണ്, ഉടനീളം വയലൻസാണ്. അപ്പം അത് അങ്ങനെ മാറ്റാൻ പറ്റില്ല. മാറ്റിയാലും അത് തീർച്ചയായിട്ടും ആ സിനിമ തന്നെ ഇല്ലാതാകും എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ കൊണ്ടുവന്നത് എന്താണെന്നൊന്നും എനിക്കറിയില്ല, എന്തായിരിക്കും സംഭവിച്ചിരിക്കുക എന്നറിയില്ല. പക്ഷേ അത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മാർക്കോ പോലെ ഒരു സിനിമ അതിന് യു എ അല്ലെങ്കിൽ യു കൊടുക്കാൻ പാകത്തിൽ ആ സിനിമയെ മാറ്റിക്കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അവർ ആ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് അത് ടെലിവിഷനിൽ കാണിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. ഇത് ഒരു പുതിയ കാര്യം പോലെ ടെലിവിഷനിൽ കാണിക്കാനായിട്ട് സെൻസർ ബോർഡ് അനുവാദം കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുതിയ ബഹളം ഉണ്ടാക്കുക, അത് പബ്ലിസിറ്റിക്ക് സഹായിക്കും. തീർച്ചയായിട്ടും സിനിമയുടെ പബ്ലിസിറ്റിക്ക് ഇത്തരം കാര്യങ്ങൾ, ഈ വിവാദങ്ങൾ അവരെ സഹായിക്കും. പക്ഷേ അതിൽ പുതുമയൊന്നുമില്ല. അത് മാധ്യമങ്ങളും പിന്നെ ചലച്ചിത്ര സംഘടനകളുമൊക്കെ ഏറ്റുപിടിച്ചതിലേ മാത്രമേ എനിക്ക് അത്ഭുതമുള്ളൂ.